സുദേവായ ധന്വന്തരയെ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീമഹാവിഷ്ണവേ നമഃ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേ തുമിത്തമുത്ഥാപിതപത്മയോനിഃ അനന്തഭൂമാമരോഗരാശിം നിരുന്തി പാതാലയവാസവിഷ്ണു. Today we are going to read the 6th sloka in the 36th dashakam of Srimad Narayaniam about the Parashurama Avadara. Sukha Ujjeevidata Vakyajarita Krodadha Sakhyasamam Vibradhyatamahodharopanihitam Chapam Kudaram Sharan Aruda Sahavahayandraga Ratam Maheshmadima Visenne Vagvihi Valsam Adasushi Shripato Samprastuda Sankaram Sukrojjeevidata Vakyajarita Krodada Sakhyasamam Vibradhyatamahodharopanihitam Chapam Kudaram Sharan Aruda Sahavahayandraga Ratam Maheshmadimabhisenne Vagvihi Valsam Adasushi Shitipato Samprastuda Sankaram. Sukra Ujjivita Tada Vakya Chalita Krotaha Ada Sagyasamam Vibradhyata Mahodara Upinihitam Chavam Kudaram Abhisharane Aruda Sahavaha Yandraka Radam Maheshmadi Mavisenne Vagvihi Valsam Adasushi Shitipato Samprastuda Sankaram. അനന്തരം നിന്തിരുവടി ശുക്രമഹർഷിയാൽ ജീവിക്കപ്പെട്ട അച്ഛൻ്റെ വാക്കുകളാൽ ഇളക്കപ്പെട്ട കോപത്തോടു കൂടിയവനായി ധ്യാനിക്കപ്പെട്ട മഹോദരനാൽ കൊണ്ടുവരപ്പെട്ട വില്ല് കടാരി ശരങ്ങൾ എന്നിവ ധരിച്ചുകൊണ്ട് സഖാവായ മഹർഷിയോടുകൂടി കുതിരകളോടും സാരഥിയോടും കൂടിയ തേരിൽ കയറി മാഹിഷ്മ രാജധാനിയിൽ പ്രവേശിച്ച് സാമവാക്കുകൾ കൊണ്ട് ആ കാർത്തവൈര്യ അർജുന രാജാവ് പശുക്കിടാവിനെ തിരികെ തരാതിരുന്നപ്പോൾ യുദ്ധം ആരംഭിച്ചു. ഏഴാമത്തെ ശ്ലോകം. പുത്രാണാമയുതേന സപ്തദശഭിഃ ച അക്ഷൗഹിണിഭിഃ മഹാസേനാനിഭിഃ മഹാസേനാനിഭിഃ അനേകമിത്രനിവഹൈഃ വ്യാജൃംഭിത ആയോധനൈഃ സത്യഃ തത്കടാരബാണവിദലത് നിശേഷസൈന്യോത്കരഃ ഭീതിപ്രദ്രുതനഷ്ടശിഷ്ടതനയഃ ത്വാം ആപതത് ഹേഹയഃ. പുത്രാണാമയുതേന സപ്തദശഭിഃ ച അക്ഷൗഹിണീഭിഃ മഹാസേനാനിഭിഃ അനേകമിത്രനിവഹൈഃ വ്യാജൃംഭിത ആയുധനഃ സദ്യത്വത്കകുടാരബാണവിദലത് നിശേഷസൈന്യോത്കരഃ ഭീതിപ്രദ്രുതനഷ്ടശിഷ്ടതനയഃ ത്വാം ആപതത് ഹേഹയഃ. പുത്രാണാം അയുധേന സപ്തദശഭിഃ ച അക്ഷൗഹിണീഭിഃ മഹാസേനാനിഭിഃ അനേകമിത്രനിവഹൈഃ വ്യാജംബ്രത ആയുധനഃ സദ്യ തത്കകുടാരബാണവിദലത് നിശേഷസൈന്യ ഉത്കരഃ ഭീതിപ്രദ്രുത നഷ്ടശിഷ്ടതനയഃ ത്വാം ആപതത് ഹേഹയഃ. ഹേ ആ ഹേഹയാധിപൻ 10,000 പുത്രന്മാരാലും 17 അക്ഷൗഹിണി പടയാലും മഹാന്മാരായ സേനാനായകന്മാരാലും മറ്റനവധി സുഹൃത്തുക്കളാലും വർദ്ധിക്കപ്പെട്ട യുദ്ധത്തോടു കൂടിയവനും ക്ഷണനേരം കൊണ്ട് അങ്ങയുടെ കടാരത്താലും ബാണത്താലും പിളർക്കപ്പെട്ട എല്ലാ സൈന്യത്തോടും കൂടിയവനായിട്ട് പേടിച്ചോടിയവർ ചത്തൊടുങ്ങിയവർ ഇവരിൽ നിന്ന് ശേഷിച്ച പുത്രന്മാരോടുകൂടി നിൻതരുവടിയോട് എതിരിട്ടു. ആ ഹേഹയാധിപൻ 10,000 പുത്രന്മാരാലും 17 അക്ഷൗഹിണി പടയാലും മഹാന്മാരായ സേനാനായകന്മാരാലും മറ്റനവധി സുഹൃത്തുക്കളാലും വർദ്ധിക്കപ്പെട്ട യുദ്ധത്തോടു കൂടിയവനും ക്ഷണനേരം കൊണ്ട് അങ്ങയുടെ കടാരത്താലും ബാണത്താലും പിളർക്കപ്പെട്ട എല്ലാ സൈന്യത്തോടും കൂടിയവനായിട്ട് പേടിച്ചോടിയവർ ചത്തൊടുങ്ങിയവർ ഇവരിൽ നിന്ന് ശേഷിച്ച പുത്രന്മാരോട് കൂടി നിൻതരുവടിയോട് എതിരിട്ടു. എട്ടാമത്തെ ശ്ലോകം. ലീലാവാരിത നർമ്മദ ജലബലത ലങ്കേശ ഗർവാപഹ ശ്രീമദ്ബാഹുസഹസ്രമുക്ത ബഹുശസ്ത്രാസ്ത്രം നിരുദ്ധന്നമും ചക്രേ ത്വയി അധവൈഷ്ണവേ അവിവിബലേ ബദ്വാഹരി ത്വാമുദാ ധ്യായന്തം ചിര സർവദോഷം അവധീയസ അഗാത് പരം തേ പദം. ലീലാവാരിത നർമ്മദ ജലബലത് ലങ്കേശ ഗർവാപഹ ശ്രീമദ്ബാഹുസഹസ്രമുക്ത ബഹു ശസ്ത്രാസ്ത്രം നിരുന്ധനമും ചക്രേ ത്വയി അധവൈഷ്ണവേ അവിവിബലേ ബുദ്ധ്വാഹരിം ത്വാമുദാഹ ധ്യായന്തം ചില സർവം ദോഷമവധീഹി ച ആഘാത് പരം തേ പദം. ലീല വാരിത നർമ്മദ ജലബലത് ലങ്കേശ ഗർവാപഹ ശ്രീമദ്ബാഹു സഹസ്രമുക്ത ബഹു ശാസ്ത്രാസ്ത്രം നിരുന്ധനമും ചക്രേ ത്വയി അധവൈഷ്ണവേ അവിവിബലേ ബുദ്ധ്വാഹരിം ത്വാമുദ ധ്യായന്തം ചിത സർവദോഷം അവധീഹി സ അഗാത് പരം തേ പദം.
കളിയായി തടുക്കപ്പെട്ട നർമ്മദാ നദിയിലെ ജലത്തിൽ മുഴുകിയ രാവണൻ്റെ ഗർഭം ശമിപ്പിച്ച ഭംഗിയേറിയ 1000 കൈകളാൽ പ്രയോഗിക്കപ്പെട്ട ശസ്ത്രാസ്ത്രങ്ങളെ തടുക്കവേ കളിയായി തടുക്കപ്പെട്ട നർമ്മദാ നദിയിലെ ജലത്തിൽ മുഴുകിയ രാവണൻ്റെ ഗർഭം ശമിപ്പിച്ച ഭംഗിയേറിയ 1000 കൈകളാൽ പ്രയോഗിക്കപ്പെട്ട ശസ്ത്രാസ്ത്രങ്ങളെ തടുക്കവേ വൈഷ്ണവമായ ചക്രം കൂടി അങ്ങയിൽ നിഷ്ഫലമായി തീർന്നപ്പോൾ നിൻ തരിപടിയെ മഹാവിഷ്ണുവാണെന്നറിഞ്ഞ് സന്തോഷത്തോടു കൂടി അങ്ങയെ ധ്യാനിക്കുന്ന ആ കാർത്തവീര്യാർജുനനെ നിൻ തരിപടി കഷ്മങ്ങളെയെല്ലാം നശിപ്പിച്ച് നിഗ്രഹിച്ചു. അദ്ദേഹം അങ്ങയുടെ പരമപദത്തെ പ്രാപിക്കുകയും ചെയ്തു. കളിയായി തടുക്കപ്പെട്ട നർമ്മദാ നദിയിലെ ജലത്തിൽ മുഴുകിയ രാവണൻ്റെ ഗർഭം ശമിപ്പിച്ച ഭംഗിയേറിയ 1000 കൈകളാൽ പ്രയോഗിക്കപ്പെട്ട ശസ്ത്രാസ്ത്രങ്ങളെ തടുക്കവേ വൈഷ്ണവമായ ചക്രം കൂടി അങ്ങയിൽ നിഷ്ഫലമായി തീർന്നപ്പോൾ നിൻ തിരുവടിയെ മഹാവിഷ്ണുവാണെന്നറിഞ്ഞ് സന്തോഷത്തോടു കൂടി അങ്ങയെ ധ്യാനിക്കുന്ന ഈ കാർത്തവീര്യ അർജുനനെ നിൻ തിരുവടി കന്മഷങ്ങളെയെല്ലാം നശിപ്പിച്ച് നിഗ്രഹിച്ചു. അദ്ദേഹം അങ്ങയുടെ പരമപദത്തെ പ്രാപിക്കുകയും ചെയ്തു. ഭൂയോമർഷിതഹേഹയ ആത്മജ ശരണ താദേഹ തേ രേണുകാം ഒൻപതാമത്തെ ശ്ലോകം. ഭൂയോമർഷിതഹേഹയാത്മജഗണൈഃ താതേഹ തേ രേണുകാം ആഗ്നാനാം ഹൃദയം നിരീക്ഷ്യ ബഹുശഃ ഘോരാം പ്രതിജ്ഞാം വഹൻ ധ്യാനാനീതരത ആയുധഃ ത്വം ആഖ്യതാ വിപ്രദൃഹ്യ ക്ഷത്രിയാൻ ദിക്ചക്രേഷു കുടാരയൻ വിശിഖയൻ നിക്ഷേത്രിയാം മേദിനീ. ഭൂയോമർഷിതഹേഹയാത്മജഗണൈഃ താതേഹ തേ രേണുകാം ആഗ്നാനാം ഹൃദയം നിരീക്ഷ്യ ബഹുശഃ ഘോരാം പ്രതിജ്ഞാം വഹൻ ധ്യാനാനീതരത ആയുധഃ ത്വം ആഖ്യാതാഃ വിപ്രഹദ്വിഗ്രഹ ക്ഷത്രിയാൻ ദിക്ചക്രേഷു കുടാരയൻ വിശിഖയൻ നിക്ഷത്രിയാം മേദിനീ. ൂയോമർഷിതമഹേയ ഹേഹയാത്മജഗണൈഃ താതേ തദേ രേണുകാം ആഗ്നാനാം ഹൃദയം നിരീക്ഷ്യ ബഹുശഃ ഘോരാം പ്രതിജ്ഞാം വഹൻ ധ്യാനാനീതരതായുധഃ ത്വം ആകൃതാ വിപ്രദൃഹ്യ ക്ഷത്രിയാൻ ദിക്ചക്രേഷു കുടാരയൻ വിശിഖയൻ ക്ഷേത്രിയാം മേദിനീ. വീണ്ടും കോപാകുലന്മാരായ അർജുനൻ്റെ പുത്രന്മാരാൽ അച്ഛനെ വധിക്കപ്പെട്ട സമയം പല പ്രാവശ്യം കോപാകുലന്മാരെ അർജുനൻ്റെ പുത്രന്മാരാൽ അച്ഛന് വധിക്കപ്പെട്ട സമയം പല പ്രാവശ്യം മാറത്തടിച്ച് കരയുന്നവളായ മാതാവായ രേണുകയെ കണ്ടിട്ട് ഭയങ്കരമായ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് നിന്തിരുവടി ധ്യാനിച്ചു. വരുത്തപ്പെട്ട തേരോടും ആയുധത്തോടും കൂടി കൊന്നൊടുക്കിയും ബാണങ്ങൾ കൊണ്ട് തകർത്തും ഭൂമിയെ ക്ഷത്രിയന്മാർ ഇല്ലാതാക്കി തീർത്തു. വീണ്ടും കോപാകുലന്മാരായ അർജുനൻ്റെ പുത്രന്മാരാൽ അച്ഛൻ വധിക്കപ്പെട്ട സമയം പ്രാവശ്യം മാറത്തടിച്ച് കരയുന്നവളായ മാതാവായ രേണുകയെ കണ്ടിട്ട് ഭയങ്കരമായ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് നിന്തിരുവടി ധ്യാനിച്ച് വരുത്തപ്പെട്ട തേരോടും ആയുധത്തോടും കൊന്നൊടുക്കിയും ബാണങ്ങൾ കൊണ്ട് തകർത്തും ഭൂമിയെ ക്ഷത്രിയന്മാരായി ഇല്ലാതാക്കി തീർത്തു. പത്താമത്തെ ശ്ലോകം. താതോജ്ജീവനകൃത്രിപാലകുലം ത്രിസപ്തകൃത്വജയൻ സന്ദർഭ്യത സമന്ത പഞ്ചക മഹാരക്തഹൃത ഓഖേ പിതൃൻ യജ്ഞേഷ്മാം അഭികാശിപാദിഷു ഋഷൻ സാൽവേന യുദ്ധൻ പുനഃ കൃഷ്ണാമും നിഹനിഷ്യതി ഇതി ശമിതഃ യുദ്ധാത് കുമാരൈ ഭവാൻ. താതേ ഉജ്ജീവനകൃത്രിപാലകുലം ത്രിസപ്തകൃത്വജയൻ സന്ദർഭ്യത സമന്ത പഞ്ചകം മഹാരക്തഹൃത ഓഖേ പിതൃൻ യജ്ഞേഷ്മാം അഭികാശിപാദിഷു ദിശൻ സാൽവേന യുദ്ധൻ പുനഃ കൃഷ്ണാമും നിഹനിഷ്യതി ഇതി ശമിതഃ യുദ്ധാത് കുമാരൈ ഭവാൻ. അനന്തരം നിന്തിരുവടി പിതാവിനെ ജീവിപ്പിച്ചിട്ട് 21 വട്ടം ക്ഷത്രിയവംശത്തെ ജയിച്ച് സമന്ത പഞ്ചകം എന്ന സ്ഥലത്തിൽ ക്ഷത്രിയ രക്തം കൊണ്ട് നിർമ്മിക്കപ്പെട്ട വലിയ ഘൃതങ്ങളെ രക്തപ്രവാഹങ്ങളിൽ പിതൃക്കൾക്ക് തർപ്പണം ചെയ്ത് ഹൃദങ്ങളിലെ രക്തപ്രവാഹങ്ങളിൽ പിതൃക്കൾക്ക് തർപ്പണം ചെയ്തിട്ട് യാഗത്തിൽ ഭൂമിയെയും കാശ്യവും മുതലായ ഋത്തുക്കുകളിൽ ദാനം ചെയ്തു. പിന്നെ ശാല്യരാജാവോടുകൂടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കെ കൃഷ്ണാവതാരത്തിൽ ഇവനെ നിഗ്രഹിച്ചുകൊള്ളും എന്നിങ്ങനെ സനത്കുമാരാദികളിൽ നിന്ന് കേട്ടതുകൊണ്ട് യുദ്ധത്തിൽ നിന്നും പിന്മാറി. അനന്തരം നിന്തിരുപടി പിതാവിനെ ജീവിപ്പിച്ച് 21 വട്ടം ക്ഷത്രിയവംശത്തെ ജയിച്ച് സമന്തപഞ്ചകം എന്ന സ്ഥലത്തിൽ ക്ഷത്രിയ രക്തം കൊണ്ട് നിർമ്മിക്കപ്പെട്ട
വലിയ ഹൃദങ്ങളിലെ രക്തപ്രവാഹങ്ങളിൽ പിതൃക്കൾക്ക് തർപ്പണം ചെയ്തിട്ട് യാഗത്തിൽ ഭൂമിയെയും കാശ്യപനും മുതലായ ഋത്തുക്കളിൽ ദാനം ചെയ്തു. പിന്നെ ശാല്യരാജാവിനോട് കൂടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കെ കൃഷ്ണാവതാരത്തിൽ ഇവനെ നിഗ്രഹിച്ചുകൊള്ളും എന്നിങ്ങനെ സനത് കുമാരാദികളാൽ പറഞ്ഞു കേട്ടിട്ട് യുദ്ധത്തിൽ നിന്നും പിന്മാറി. 11ാമത്തെ ശസ്ത്രം. സസ്യാസ്ത്രാണി മഹേന്ദ്രഭ്രതിത്തവൻ തന്വൻ പുനവഞ്ചിത ഗോകർണാവതി സാഗരേണ ധരണീം ദൃഷ്ട്വാർത്ഥിതസ്താപസൈ ജാതായുശ്വാസധൃത അനരശാസ്ത്രചകിതം സിന്ധും ശ്രുവക്ഷേപണാത് ഉത്സാര്യ ഉദ്യത കേരള ഭൃഗുപദേവാദേശ സംരക്ഷമാം ന്യസ്യാസ്ത്രാണി മഹേന്ദ്രഭൂപ്രതി തവ തന്വാൻ പുനഃവഞ്ചിതം ഗോകർണ അവധിസാഗരേണ ധരണീം ദൃഷ്ട്വാർദ്ധിദത്താപസൈ ജാതാശ്വാസർദ അനലശസ്ത്രചകിതം സിന്ധും ധ്രുവം ക്ഷേപണാത് ഉത്സാര്യ ഉദ്യത കേരള ഭൃഗുപദേവാദേശ സംരക്ഷമാം ന്യസ്യ അസ്ത്രാണി മഹേന്ദ്രഭൂപതി തവ തന്വൻ പുനമഞ്ജിതാം ഗോകർണ അവധി സാഗരേണ ധരണീം ദൃഷ്ട്വാ അർദ്ധിത താപസൈഃ ജാത ഉശ്വാസധൃത അനല അസ്ത്രചകിതം സിന്ധും ശ്രുവക്ഷേപണാത്ത് ഉത്സാര്യ ഉദ്യത കേരള ഭൃഗുപതേ വാദേശ സംരക്ഷമാം. ഹേ പരമചാപസ്വരൂപിയായ ഗുരുവായൂരപ്പ, ആയുധങ്ങൾ ഉപേക്ഷിച്ച് മഹേന്ദ്രപർവ്വതത്തിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കവേ പിന്നെ ഗോകർണം വരെയുള്ള ഭൂമി സമുദ്രത്താൽ മുക്കപ്പെട്ടതായി കണ്ട് താപസന്മാരാൽ പ്രാർത്ഥിക്കപ്പെട്ടവനായി ധ്യാനിച്ചു വരുത്തപ്പെട്ട ബില്ലിൽ തൊടുത്ത അഗ്നയാസ്ത്രത്തിൽ നിന്നും ഭീതനായ സമുദ്രത്തെ സ്രവം എടുത്തെറിഞ്ഞ് ഒഴിച്ചു നിർത്തി കേരളത്തെ ഉദ്ധരിച്ച നിന്ദരിപടി എന്നെ രക്ഷിച്ചരുളയണമേ. ഹേ പരശുചാമ സ്വരൂപിയായ ഗുരുവായൂരപ്പ, ആയുധങ്ങൾ ഉപേക്ഷിച്ച് മഹേന്ദ്രപർവ്വതത്തിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കവേ പിന്നെ ഗോകർണം വരെയുള്ള ഭൂമി സമുദ്രത്താൽ മുക്കപ്പെട്ടതായി കണ്ട് താപസന്മാരാൽ പ്രാർത്ഥിക്കപ്പെട്ടവനായി ധ്യാനിച്ചു വരുത്തപ്പെട്ട ബില്ലിൽ തൊടുത്ത ആഗ്നേയാസ്ത്രത്തിൽ നിന്നും ഭീതനായ സമുദ്രത്തെ സ്രവം എടുത്തെറിഞ്ഞ് ഒഴിച്ചു നിർത്തി കേരളത്തെ ഉദ്ധരിച്ച നിന്ദരിവടി എന്നെ അരുളേണമേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. പരശുരാമാവതാരം. അത്രേ പുത്രതയാ പുരാ ത്വം അനസൂയായാം ഹി ദത്താധിപഃ ദാതശിഷ്യനിബന്ധതമനഃ സ്വസ്ഥഃ കാന്തയാ ദൃഷ്ടഭക്തതമേന ഹേഹയ മഹീപാലേന തസ്മൈ വരാൻ അഷ്ടൈശ്വര്യമുഖാൻ പ്രദായ ദരിദ്രസേന ഏവ സാന്ദേവതം സത്യം കർത്തുമദാർജുനസ്യ ച വരം തശക്തിമത്രാനതാം ബ്രഹ്മദ്വേഷി തഥാഖിലം നൃപകുലം ഹന്തും ച ഭൂമേർഭരം സംജാതോ ജമദഗ്നിതോ ഭൃഗുകുലേ ത്വം രേണുകായാം ഹരേ രാമോ നാമ തദാത്മജേഷഭരജഃ പിത്രോരദാസമ്മതം ലബ്ധ്വാ ആംനായ ജഗണഃ ഗന്ധർവരാജേ മനാക് ആസക്താ കില മാതരം മതിപുതുഃ ക്രോധാകുലസ്യ ആജ്ഞയാ താത്ര ആജ്ഞാ അധികസോദരൈः സമമിതാ ചിത്വാദാ സന്താദ്വധുഃ ശേഷാമീവനയോഗം ആപിതഃ വരം മാതാ ച തേ ആദാത്വരാൻ പിത്രാ മാതൃമുദേ സവാഹൃതവയത് ദേനോ നിജാതാശ്രമാത് പ്രസ്ഥായാത് ഭൃഗോഃ ഗിരാ ഹിമഗിരൗ ആരാധ്യ ഗൗരീപതിം ലബ്ധ്വാ തത്പരശും തദുക്തധനുജ ഛേദി മഹാസ്ത്രാദികം പ്രാപ്തമിത്രം അത ആകൃതവരമണീം പ്രാപ്യാഗമഃ സ്വ ആശ്രമം ആഗേര ഉപഗതഃ അർജുനഃ സുരഗവി സംപ്രാപ്ത സമ്പദ്ഗണൈഃ ത്വത്പിത്രാ പരിപൂജിത പുരഗതഃ ദുർമന്ത്രീ വാചാ പുനഃ ഗ്രാം കേതും സജീവം നയുക്തഹൃദയാ തേനാവിരുദ്ധൻ മുനി പ്രാണക്ഷേപ സരോഷ ഗോഹദ ചമുചക്രേണ വത്സഹതഃ സുക്രുജ്ജീവിതതാദവാക്യം ചലിതക്രോധ അധസഖ്യാസമം ബിഭ്രധ്യാതമഹോദര ഉപനിഹിതം ചാപം കുടാരം ശരാൻ ആരൂഢസഹവാഹയന്ത്രകതത് വാഗഷ്മതീമാവിശന് വാഗ്വിവത്സം മദാശുഷിഷിപതൗ സംപ്രാസ്തുതാസങ്കരം പുത്രാണാമായുധേനസ്തദശഭിः ചാക്ഷോഹിണീഭിः മഹാ സേനാനിഭിः അനേകമിത്രനിപഹൈः വ്യാജം പ്രദ ആയുധനഃ സത്യത്വത്കടാരബാണവിദളത് നിശേഷസൈന്യോത്കരഃ
भीतिप्रदृतनष्टशिष्टतनयः त्वम् आपदद्धेहयः लीलावारितनर्मदा जलवलत् लङ्केशगर्वापः श्रीमद्बाहुसहस्रमुक्तबहुशस्त्रास्रां निरुन्धनमुं चक्रे त्वयि अध वैष्णवे अविविबले बद्ध्वाहरिं त्वामुद्रा ध्यायन्तं चित्रसर्वदोषम् अवतीर्य स अगात् परं ते पदम् भूयामस्थितहेहयात्मजः गणैः तादेहदे रेणुकाम् आग्राणां हृदयं निरीशबाहुशः घोरा प्रतिज्ञां वहन् जानानीतरतः सायुधः स अग्रतः विप्रद्रुहक्षत्रियवान् दिक्चक्रेषु कुठारयन् विशिखयन् निश्क्षत्रयामेदिनीं तादवुज्जीवनकृतृपालककुलं त्रिसप्तकृतजयन् सन्दर्प्यत समपञ्चकमहारक्तहृदवोखे पितॄन् यज्ञेष्माम् अविकाशवादिषु निशंसाल्येन उद्यन् पुनः कृष्णामुं निहनिष्यति इति समितः युद्धात् कुमारै भवान् निस्य अस्त्राणि महेन्द्रभूप्रति तपः तन्वन् पुलमञ्चितां गोकर्णावधि सागरेण धरणीं दृष्ट्वार्दितः तापसैः ध्यातविश्वासधृत अनलचस्त्रचकितं सिन्धुं स्रवक्षयपणात् उत्सार्य उद्यतः केरलः भृगुपते पादेश संरक्ष माम्। ओम नमो भगवते वासुदेवाय। ओम श्रीकृष्ण परमात्मने नमः।